ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓപ്ഷൻസിൽ എടുത്തിട്ടുള്ള രണ്ടാമത്തെ ട്രേഡാണ്. ഞാൻ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ള ട്രേഡ് ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നേക്കഡ് ഓപ്ഷൻ ബൈയിങ് ആണ്. ഈ ട്രേഡും നമ്മൾ എടുത്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ്. ഈ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ഡേയിലെ മാർക്കറ്റ് ഓപ്പൺ ആയതുപോലെ തന്നെ ആയിരുന്നു. ആദ്യം വലിയൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബുള്ളിഷ് വ്യൂവിലായിരുന്നു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ഉടനെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാമെന്നായിരുന്നു മുകളിലോട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഉടനെ അവിടെ ഒരു ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തു. ഞാൻ അവിടെ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പിൻ്റെ ബോർഡേഴ്സ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ക്യാൻഡിൽ പ്രീവിയസ് ഡേയിലെ ക്ലോസ് ആണ്. പ്രീവിയസ് ഡേയ്സ് ക്ലോസ് ആൾസോ ആക്ട് ആസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത് 48,000 CE സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആൻ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ്. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.6 ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റം അനുസരിച്ച് ഞാൻ 1:2.5 മിനിമം റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഒരു ട്രേഡിൽ മാത്രമേ എൻ്റർ ചെയ്യാറുള്ളൂ. ദെൻ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ, അതായത് ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തു. ബട്ട് അത് ബയേഴ്സിനൊരു കിടിലൻ ട്രാപ്പായിരുന്നു. പിന്നീട് മാർക്കറ്റ് ഫുൾ സൈഡ് വൈസ് ആയിട്ടായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അഗെയിൻ എൻ്റെ എസലേറ്റ് ചെയ്തു. ടോട്ടലി ഇറ്റ് വാസ് നോട്ട് എ ബയേഴ്സ് മാർക്കറ്റ്. നമ്മളൊരു 531 rupees ലോസ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവുമായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ ട്രേഡ്സും ജേണലായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ everyone do like and subscribe.